മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വരുന്നത് അമേരിക്ക അവിടെ നടന്ന ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ടാണ്. നെതന്യാഹുവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവരം പുറത്തുവിട്ടത്. തൻ്റെ മകന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധശ്രമമുണ്ടായതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വെളിപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഏത് മകന് നേരെയാണ് എന്നുള്ള വിശദാംശങ്ങൾ നെതന്യാഹു നൽകിയിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു US മാധ്യമമാണിത് പുറത്തുവിടുന്നത്. ഫ്ലോറിഡയിൽ താമസിച്ചിരുന്ന നെതന്യാഹുവിൻ്റെ 36-കാരനായ മകൻ യൈറിനെ വധിക്കാനാണ് ഇറാൻ ശ്രമം നടത്തിയത് എന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ന്യൂസ് മാക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചാനൽ 14 നൽകിയ ഫോൺ അഭിമുഖത്തിലാണ് ഇറാൻ തൻ്റെ മകനെ ലക്ഷ്യമിട്ടു എന്നൊക്കെ നെതന്യാഹു പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, ഈ എയറിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇറാനി ഏജന്റുമാർ മിയാമിയിൽ സജീവമായി ഉണ്ടായിരുന്നു. ഇത് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടുന്നു. എയറിനോട് എത്രയും പെട്ടെന്ന് തിരിച്ച് ഇസ്രായേലിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ജീവൻ രക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. കാർത്തിക്, ഇത് ചെറിയ സംഭവമല്ലല്ലോ. നെതന്യാഹുവിൻ്റെ മകനെ വധിക്കാൻ അമേരിക്കയിൽ ശ്രമം നടത്താൻ പോലുമുള്ള സാഹചര്യം ഇറാൻ്റെ ഏജൻസികൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ഗൗരവതരമായ സംഗതി തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും പേടിക്കേണ്ട കാര്യം തന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് തൻ്റെ മകനെ വകവരുത്താൻ ഇറാൻ പദ്ധതിയിട്ടെന്നത് എന്ന് വെളിപ്പെടുത്തിയത്. എന്നാൽ ഏതു മകനെയാണ്, രണ്ട് ആൺമക്കളിൽ ആരെയാണ് വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ന്യൂസ് മാക്സ് ആണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. യായർ നെതന്യാഹുവിനെ വധിക്കാനാണ് പദ്ധതിയിട്ടത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആ ഉദ്യോഗസ്ഥൻ നൽകിയ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂസ് മാക്സ് റിപ്പോർട്ട് ചെയ്യുന്നത് മയാമിയിൽ താമസിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു വധശ്രമ പദ്ധതി ഇറാൻ ആസൂത്രണം ചെയ്തത്. ഈ വിവരം ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ആദ്യഘട്ടം മുതൽ തന്നെ ലഭ്യമായിരുന്നു. അതായത് 2025 ഡിസംബറിൽ തന്നെ ഈ വിവരം ലഭ്യമായിരുന്നു. 35-കാരനായ യായർ നെതന്യാഹുവിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്ന വിവരങ്ങൾ ലഭ്യമായതിന് പിന്നാലെ ഇത് അമേരിക്കൻ സേനയെയും അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അറിയിച്ചു. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ യായർ തിരികെ ഇസ്രയേലിലേക്ക് മടങ്ങുകയായിരുന്നു. ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പമായിരുന്നു യായർ യാത്ര ചെയ്തത്. ഈ വിവരം ലഭ്യമായ ഉടൻ തന്നെ ഫ്ലോറിഡ വിട്ടുപോകാനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് നൽകി. സാധന സാമഗ്രികൾ പോലും എടുക്കാതെ അദ്ദേഹം ഇസ്രയേലിലേക്ക് മടങ്ങി എന്നാണ് ന്യൂസ് മാക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇസ്രയേലിലാണ് യായർ തുടരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ട്രംപിൻ്റെ മകൻ്റെ തലയ്ക്ക് വിലയിട്ടുകൊണ്ട് ഇറാനെ ഉദ്ധരിച്ച് ഇറാൻ ഏജൻസികളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ ഇറാൻ സേനയിലെ ചില ഉദ്യോഗസ്ഥരടക്കം കോട്ട് ചെയ്തുകൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അതായത് $20 മില്യൺ ട്രംപിൻ്റെ മകൻ 20-കാരനായ ബാരൻ ട്രംപിൻ്റെ തലയ്ക്ക് വിലയിട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് നെതന്യാഹുവും ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. പക്ഷേ തൻ്റെ ഏത് മകനെയാണ് വധിക്കാൻ ശ്രമിച്ചത് എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് 2025 ഡിസംബറിൽ മയാമിയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ യായർ നെതന്യാഹുവിനെ വധിക്കാനുള്ള പദ്ധതിയാണ് ഇറാൻ തയ്യാറാക്കിയിരുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ന്യൂസ് മാക്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഇറാൻ പ്രധാനമന്ത്രി ഇറാൻ വധിക്കാൻ ശ്രമിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മകനെ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേലിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു നേരത്തെ തന്നെ. ഇതനുസരിച്ചുള്ള ജാഗ്രതകൾ അവർ പാലിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.